So our next topic is training of employees. എന്തിനു വേണ്ടിയിട്ടാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ പോണത് എന്താണ് ട്രെയിനിങ് കോൺസെപ്റ്റ് നോക്കാം. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മൾ സെലക്ഷൻ പ്രോസസ്സ് പഠിച്ചു, അതിൽ വരുന്നതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ദ സെലക്റ്റഡ് പേഴ്സൺസ് ഗെറ്റ്സ് അപ്പോയിൻമെൻറ്റ് ഓർഡർ and then he joins in the organization to perform the job. അപ്പോൾ ഈ എംപ്ലോയിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ വർക്ക് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ന്യൂ ഫോർ ഹിം. സോ ഹീ ഈസ് നോട്ട് ഫുള്ളി കേപ്പബിൾ ഓഫ് പെർഫോമിങ് ദ ടാസ്ക് എഫിഷ്യൻ്റ്ലി ആൻഡ് സക്സസ്ഫുള്ളി. അതിന് വേണ്ടിയിട്ടാണ്, അതായത് പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി പ്രൊവൈഡഡ് ടു ഹിം ടു പെർഫോം ദ ടാസ്ക് ഇഫക്റ്റീവ്ലി. മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് ട്രെയിനിങ്ങിൻ്റെ ഉദ്ദേശം എന്നുള്ളത് മനസ്സിലായോ? അപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്? അയാൾക്ക് അയാളുടെ ജോലി വളരെ സ്മൂത്തായിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഇൻ ദ മോഡേൺ വേൾഡ് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ചസ്, the need for training is being increasingly recognized so as to keep the employees in touch with the new developments. മനസ്സിലായി? അപ്പോൾ ട്രെയിനിങ് നിങ്ങൾ കേട്ടു. ഇനി എന്താണ് ട്രെയിനിങ് നോക്കാം. ട്രെയിനിങ് കോൺസെപ്റ്റ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇൻക്രീസിങ് ദ നോളജ് ആൻഡ് സ്കിൽസ് ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. അതായത് ഒരു എംപ്ലോയീൻ്റെ നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സ്കിൽസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന എന്തിനാണ് പറയുന്നത്? ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ട്രെയിനിങ് എന്ന് പറയാം. അപ്പം ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഓർഗനൈസ്ഡ് പ്രൊസീജിയർ ബൈ വിച്ച് പീപ്പിൾ ലേൺ നോളജ് ആൻഡ് സ്കിൽസ് ഫോർ എ ഡെഫിനിറ്റ് പേർപ്പസ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒറ്റ ഒരു ഇത് കൊണ്ടൊന്നും കിട്ടില്ല. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രോഗ്രാം ഓഫ് ദി ഓർഗനൈസേഷൻ വിച്ച് എയിംസ് അറ്റ് ഇൻക്രീസിങ് ദ ആപ്റ്റിറ്റ്യൂഡ്, സ്കിൽ ആൻഡ് എബിലിറ്റീസ് ഓഫ് ദി വർക്കേഴ്സ് ടു പെർഫോം എ സ്പെസിഫിക് ജോബ്. അപ്പോൾ ട്രെയിനിങ് കിട്ടിക്കഴിയുന്നതോട് കൂടിയിട്ട് എംപ്ലോയിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന പറയുന്നത്? എംപ്ലോയി ക്യാൻ അക്വയർ ന്യൂ മാനിപ്പുലേറ്റീവ് സ്കിൽസ്, ടെക്നിക്കൽ നോളജ്, പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് എക്സെട്ര. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്ലാൻഡ് എഫേർട്ട് ബൈ എ കമ്പനി ടു ഫെസിലിറ്റേറ്റ് എംപ്ലോയീസ് ലേണിംഗ് ഓഫ് ജോബ് റിലേറ്റഡ് കോമ്പിറ്റൻസീസ്. ഓക്കെ. അപ്പം ട്രെയിനിങ്ങിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ദ ഗോൾ ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയീസിന് എന്താക്കാൻ വേണ്ടിയിട്ട്? ടു മാസ്റ്റർ ദ നോളജ്, സ്കിൽ ആൻഡ് ബിഹേവിയേഴ്സ് എംഫസൈസ്ഡ് ഇൻ ട്രെയിനിങ് പ്രോഗ്രാം ആൻഡ് ടു അപ്ലൈ ദം ടു ദിയർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. നമുക്കറിയേണ്ടത് എന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഇമ്പാർട്ടിങ് സ്പെസിഫിക് സ്കിൽസ്. അതായത് ഇപ്പോൾ ഏത് ജോബാണോ അയാൾ എടുക്കുന്നത്, ആ ജോബിലേക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽസ് എന്താണോ അതൊക്കെ ആ എംപ്ലോയിക്ക് ഇമ്പാർട്ട് ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? ട്രെയിനിങ്. ആ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട്. ഓക്കെ. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് കൺഫൈൻഡ് ടു തിയറിറ്റിക്കൽ ലേണിംഗ് ഇൻ ക്ലാസ് റൂംസ്. അതായത് മെയിൻലി ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് റീസണിങ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. അതായത് അതാണ് എഡ്യൂക്കേഷൻ്റെ ഇത്. അതായത് എന്താണ് എഡ്യൂക്കേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് റീസണിങ് ആൻഡ് ജഡ്ജ്മെൻറ്റ്. നേരെ മറിച്ച് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? an ഓർഗനൈസ്ഡ് പ്രൊസീജിയർ ബൈ വിച്ച് ലേൺ നോളജ് ഓർ സ്കിൽ ഫോർ എ ഡെഫിനിറ്റ് പേർപ്പസ്. ഇനി നമുക്ക് ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കണേ, ചെയ്യുന്ന സമയത്ത് ഇത് അത്ര ക്ലിയർ ആയിരിക്കില്ല. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് അറിയാം, എഡ്യൂക്കേഷൻ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. സോ വി ക്യാൻ സേ ട്രെയിനിങ് ഇസ് കൺഫൈൻഡ് ടു എങ്ങനെയാണെന്ന് പറയുന്നത്, അതായത് സ്കോപ്പ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് നാരോ. നേരെ മറിച്ച് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇസ് വൈഡർ ദാൻ ട്രെയിനിങ്. ദെൻ എഡ്യൂക്കേഷൻ ഇസ് കൺഫൈൻഡ് ടു തിയറിറ്റിക്കൽ ഓറിയൻറ്റേഷൻ. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ശരിക്കും പ്രാക്ടിക്കൽ ആക്കണം എന്നൊക്കെ ആണെങ്കിൽ കൂടി, പക്ഷേ കൂടുതൽ എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഇസ് തിയറിറ്റിക്കലാണ്. Training is confined to application oriented.
Then education generally refers to formal instruction in an educational institution. അതായത് നിങ്ങൾക്കറിയാലോ, അതായത് ഒരു എന്താ പറയുക, ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നു, അവിടുന്ന് ഫോർമൽ ഇൻസ്ട്രക്ഷൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ബട്ട് ട്രെയിനിങ് ഇസ് ഇമ്പാർട്ടഡ് അറ്റ് വർക്ക് പ്ലേസ്. ഓക്കെ. ദെൻ എഡ്യൂക്കേഷൻ ഇസ് പേഴ്സൺ ഓറിയൻറ്റഡ്. നേരെ മറിച്ച് ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ജോബ് ഓറിയൻറ്റഡ് ആണ്. അതായത് ഏത് ജോബിന് വേണ്ടിയിട്ടാണോ അതാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. അതുകൊണ്ട് ജോബ് ഓറിയൻറ്റഡ് എന്ന് പറയാം ട്രെയിനിങ്ങിന്. നേരെ മറിച്ച് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് പേഴ്സൺ ഓറിയൻറ്റഡ്. ദെൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ LKG മുതൽ അങ്ങോട്ട് തുടങ്ങുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എന്താ പറയുക, ലോങ് പീരിയഡ്. ഇറ്റ് ഈസ് ഡൺ ഫോർ എ ലോങ് പീരിയഡ്. ഹവർ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പാർട്ടഡ് ഫോർ എ ഷോർട്ട് പീരിയഡ്. ഇന്ന് നമ്മളിപ്പോൾ കമ്പ്യൂട്ടറായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിന് ട്രെയിനിങ് കൊടുക്കുക. നാളെ നിങ്ങൾ ജോബ് മാറി ഇപ്പോൾ വേറെ ഏതെങ്കിലും HR സെക്ഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട ട്രെയിനിങ്ങാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ എപ്പോഴും ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പാർട്ടഡ് ഫോർ എ ഷോർട്ട് പീരീഡ്. അതായത് 2 weeks ട്രെയിനിങ്, 1 month അല്ലെങ്കിൽ 6 months ഒക്കെ ആയിട്ടാണ് ട്രെയിനിങ് വരിക. ഓക്കെ. ദ റിസൾട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആർ നോട്ട് സോ വിസിബിൾ ആൻഡ് അപ്പാരൻറ്റ്. മനസ്സിലായല്ലോ? പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് നിങ്ങൾ കഴിയുമ്പോഴേക്ക് നമുക്ക് നിങ്ങളെ ഇത് കാണാനൊന്നും പറ്റില്ല. വിദ്യാഭ്യാസം കഴിയുമ്പോഴേക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് നോട്ട് സോ വിസിബിൾ ആൻഡ് അപ്പാരൻറ്റ്. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് ഗിവ്സ് ക്വിക്ക് ആൻഡ് അപ്പാരൻറ്റ് റിസൾട്ട്സ്. അപ്പോൾ എന്തായാലും ഈ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് രണ്ടാണെങ്കിൽ കൂടി നോ ട്രെയിനിങ് ഈസ് കംപ്ലീറ്റ് വിത്തൗട്ട് എൻ എലമെൻറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ആർ കോംപ്ലിമെൻ്ററി. ഓക്കെ. സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ. സോ നെക്സ്റ്റ് വി ക്യാൻ സീ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നിങ്ങൾ രണ്ടും കേട്ടിട്ടുണ്ടാവും. അതായത് സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന ഒരു പ്രോസസ്സാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. എന്താണ് ട്രെയിനിങ്, എന്താണ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ട്രെയിനിങ് നിങ്ങളിപ്പോൾ മനസ്സിലാക്കി എന്താണ്, ഏത് ജോബാണോ അതിന് വേണ്ട ആ പെർട്ടിക്കുലർ സ്കിൽ ഇമ്പാർട്ട് ചെയ്യുന്നതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി ഗിവൺ ടു എംപ്ലോയീസ്. നേരെ മറിച്ച് ഡെവലപ്മെൻറ്റ് റെഫേഴ്സ് ടു ദോസ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഡിസൈൻ ടു ഹെൽപ്പ് എംപ്ലോയീസ് ഗ്രോ. മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങൾ ഒരു ജോബിലായിരിക്കും, നിങ്ങൾ എന്താക്കുക, നിങ്ങൾക്കിങ്ങനെ ട്രെയിനിങ് ഒക്കെ തന്ന് നിങ്ങൾ എന്തായി ഡെവലപ്പായി വരും. അതായത് ഗ്രോ ചെയ്യാനുള്ള, എംപ്ലോയീസിന് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു, അതാണ് ശരിക്കും ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ പ്രോസസ്സ് പോലെ തന്നെ ഡെവലപ്മെൻറ്റ് പ്രോസസ്സും എന്താണെന്നാണ് പറയുന്നത്? ഇറ്റ് ഈസ് ലോങ് ടേം പ്രോസസ്സ്. ദെൻ ഇനി ആർക്കാണ് ഈ ട്രെയിനിങ് കൊടുക്കുന്നത്? പിന്നെ അതേപോലെ ഡെവലപ്മെൻറ്റ് നോക്കാം. മാനേജറിയൽ പേഴ്സണൽ ലേൺ കോൺസെപ്ച്വൽ ആൻഡ് തിയറിറ്റിക്കൽ നോളജ് ഫോർ ജനറൽ പേർപ്പസ് ത്രൂ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഗനൈസ്ഡ് പ്രൊസീജിയർ. ഓക്കെ. അപ്പോൾ ഡെവലപ്മെൻറ്റ് എയിംസ് ടു ഇംപ്രൂവ് ദി ഓവറോൾ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഓക്കെ. ആൻഡ് ദിസ് ടേം ഇസ് മോസ്റ്റ്ലി യൂസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ്സ് ആണ്. കൂടുതൽ അതായത് ഇവർ വളർന്നിട്ട് എങ്ങനെയാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ആരുടെ ഇതിലാണെന്നാണ് പറയുന്നത്? എക്സിക്യൂട്ടീവ്സിൻ്റെ. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ട്രെയിനിങ് ഇസ് മെൻറ്റ് ഫോർ നോൺ മാനേജറിയൽ പേഴ്സണൽ, അതായത് സാധാ എംപ്ലോയീസിന് കൊടുക്കുന്നതാണ് ട്രെയിനിങ്. നേരെ മറിച്ച് ഡെവലപ്മെൻറ്റ് ഇസ് മെൻറ്റ് ഫോർ മാനേജറിയൽ പേഴ്സണൽ ഓർ എക്സിക്യൂട്ടീവ്സ്. ഓക്കെ. ഇനി ദ പേർപ്പസ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ടു ഡെവലപ്പ് സ്പെസിഫിക് ആൻഡ് ജോബ് റിലേറ്റഡ് സ്കിൽസ് ഇൻ ആൻ ഇൻഡിവിജ്വൽ. ട്രെയിനിങ് പറഞ്ഞു കഴിഞ്ഞല്ലോ, ആ ഒരു സ്പെസിഫിക് സ്കിൽ, ഏത് ജോബിനാണോ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സ്പെസിഫിക് സ്കിൽസ് അല്ലെങ്കിൽ എന്താ പറയുക, ജോബ് റിലേറ്റഡ് സ്കിൽസ് വളർത്തുക എന്നുള്ളതാണ് ഉദ്ദേശം. നേരെ മറിച്ച് എയിം ഓഫ് ഡെവലപ്മെൻറ്റ് എന്താണ്? ടു ഡെവലപ്പ് ദ ടോട്ടൽ പേഴ്സണാലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ദെൻ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഷോർട്ട് ടേം അഫെയർ. ഞാൻ പറഞ്ഞല്ലോ 3 months 6 months ഒക്കെ വരുള്ളൂ. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ ലോങ് ടേം എഡ്യൂക്കേഷണൽ പ്രോസസ്സ്. ദെൻ ട്രെയിനിങ് ഇൻവോൾവ്സ് ടെക്നിക്കൽ ആൻഡ് മെക്കാനിക്കൽ ഓപ്പറേഷൻ ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ നോൺ മാനേജറിയൽ പേഴ്സണൽ. ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫിലോസഫിക്കൽ ആൻഡ് തിയറിറ്റിക്കൽ എഡ്യൂക്കേഷണൽ കോൺസെപ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡിസൈൻ ഫോർ മാനേജേഴ്സ്. ആൻഡ് ട്രെയിനിങ് കഴിയുന്നതോടുകൂടി എന്താണ്? ട്രെയിനിങ് പ്രിപ്പയർസ് എംപ്ലോയീസ് ഫോർ പെർഫോമിംഗ് പ്രസൻറ്റ് ജോബ് നീഡ്സ്. ഡെവലപ്മെൻറ്റ് ഇസ് എ പ്രിപ്പറേഷൻ ഫോർ എംപ്ലോയീസ് ടു മീറ്റ്
future needs. Okay, so these are the difference between training and development. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ആർ ദ കീ ഏരിയാസ് ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റി എന്നുള്ളതാണ്. അതായത് എവിടേക്കാണ് ദ കീ ഏരിയാസ് ഫോർ ട്രെയിനിങ് ആക്ടിവിറ്റി കംപ്രൈസസ് ഓഫ് ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് നീഡ്സ്. ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ പ്രൊവിഷൻ ഓഫ് ട്രെയിനിങ് സ്കീംസ് ഫോർ ഗ്രൂപ്പ്സ് വിത്ത് കോമൺ നീഡ്സ്. ഇനി ഒരേ ആവശ്യങ്ങളുള്ള എന്താ പറയുക അവരുടെ ട്രെയിനിങ് സ്കീംസിനുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കുക. ദെൻ പ്രൊവിഷൻസ് ഫോർ ഇൻറ്റേർണൽ ട്രെയിനിങ് കോഴ്സസ്. ദെൻ അസസ്മെൻറ്റ് ഓഫ് എക്സ്റ്റേണൽ ട്രെയിനിങ് ഫെസിലിറ്റീസ്. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇൻറ്റേർണൽ ഫെസിലിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക, അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കുക. പിന്നെ എക്സ്റ്റേണൽ ട്രെയിനിങ് ഫെസിലിറ്റീസ് അസസ് ചെയ്യുക. ദെൻ ഇവാലുവേഷൻ ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റീസ്. അതായത് ഈ കൊടുക്കുന്ന ട്രെയിനിങ് ആക്ടിവിറ്റീസൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം, നല്ലതാണോ ഇഫക്റ്റീവ് ആണോ അല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ മാനേജ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് സ്റ്റാഫ്. ഓക്കെ, സോ ദീസ് ആർ ദ കീ ഏരിയാസ് ഓഫ് ട്രെയിനിങ് ആക്ടിവിറ്റി. ഇനി നമ്മൾ നോക്കാൻ പോണത് വാട്ട് ഈസ് ദ നീഡ് ഫോർ ട്രെയിനിങ് എന്നുള്ളതാണ്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പം ഈ ട്രെയിനിങ് ഒക്കെ അങ്ങനെ ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എസെൻഷ്യൽ ബിക്കോസ് ന്യൂ എംപ്ലോയീസ് ആണെങ്കിലും എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആണെങ്കിലും എല്ലാവർക്കും ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ എന്തിനാണ് ന്യൂ എംപ്ലോയീസിന് എന്തിനു വേണ്ടിയിട്ടാണ് ഇറ്റ് ഇൻക്രീസസ് ദ സ്കിൽ ഓഫ് ദി എംപ്ലോയീസ്. ന്യൂ ആണെങ്കിൽ അവർക്ക് ഒന്നും അറിയില്ല, അപ്പോൾ അവരെ എന്താ പറയുക എല്ലാം ആദ്യം മുതൽ പഠിപ്പിച്ചുണ്ടാക്കണം. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത് എന്തെങ്കിലും പ്രത്യേക ചേഞ്ചസ്, ന്യൂ ടെക്നോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു ഇതാണ് അവർക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ട്രെയിനിങ് ഇസ് റിക്വയർഡ് ഓൺ അക്കൗണ്ട് ഓഫ് ദ ഫോളോയിങ് റെസ്പോൺസസ് എന്നാണ് പറയുന്നത്. 1 by 1 ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺസ്. ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺസിന് എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ്. അതായത് ഒരു ജോബ് കിട്ടിക്കഴിഞ്ഞാൽ അയാളെ സെലക്ട് ചെയ്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടാസ്ക് ഇസ് ടു സീ ദാറ്റ് ഹി അഡ്ജസ്റ്റ് ഹിംസെൽഫ് ഇൻ ദ ജോബ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. അപ്പോൾ എ ന്യൂ എംപ്ലോയി മേ നോട്ട് ബി കേപ്പബിൾ ടു ഡു ദ ജോബ് എഫിഷ്യൻ്റ്ലി എന്നാണ് പറയുന്നത്. സോ ഈസ് ഇൻ നീഡ് ഓഫ് ട്രെയിനിങ് ടു ഫെമിലിയറൈസ് വിത്ത് ദ ജോബ് ആൻഡ് ഓറിയൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ന്യൂ എംപ്ലോയീസിന് ഉള്ളത് ക്ലിയർ ആണല്ലോ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം, എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസിന് എന്തിനു വേണ്ടിയിട്ടാണ്, അതായത് ചില സമയത്ത് എന്താവുന്ന പറയുന്നത് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ് വിത്ത് ലോങ് സർവീസ് വാണ്ട് ടു ഇംപ്രൂവ് ദിയർ നോളജ് ആൻഡ് സ്കിൽസ് ടു പെർഫോം ദിയർ ജോബ് മോർ എഫിഷ്യൻ്റ്ലി. സോ ദേ ഓൾസോ നീഡ് ട്രെയിനിങ് ടു അപ്ഡേറ്റ് ദിയർ നോളജ് ആൻഡ് acquire improved skills to retain and improve their position in the organization. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പറയുന്നത് വെൻ ദർ ഇസ് എ ഗ്യാപ്പ് ബിറ്റ്വീൻ എക്സ്പെക്റ്റഡ് പെർഫോമൻസ് ആൻഡ് ആക്ച്വൽ പെർഫോമൻസ് ഇറ്റ് ഈസ് ടൈം ടു മേക്ക് എ സ്കിൽ അനാലിസിസ്. എക്സിസ്റ്റിംഗ് എംപ്ലോയീസിൻ്റെ കേസാണ് പറയുന്നത്. സോ ഇറ്റ് റിവീൽസ് ദ ഏരിയ ഇൻ വിച്ച് ദ എംപ്ലോയി ഈസ് ലാക്കിംഗ് a specific skills and employees are to be given training to acquire those specific skills. Okay, then comes technological changes. അതായത് ഈ ന്യൂ ടെക്നോളജി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതായത് ഇവിടെ പറയുന്നത് വെൻ ദർ ഇസ് എ ടെക്നോളജിക്കൽ ചേഞ്ച് ആൻഡ് ന്യൂ ടെക്നോളജി ഈസ് യൂസ്ഡ് ഫോർ ക്യാരിയിങ് ഔട്ട് ഓപ്പറേഷൻസ്, employees need training in that area. So it acts as a preventive tool to avoid accidents and equip the employee to perform the operations using the new technology. അതായത് ന്യൂ മെഷീൻസ് ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ എന്താ they are increasingly used in the organization. So these fast changes require training into new technology. Okay, then comes environmental changes. അതായത് ഇവിടെ ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ ന്യൂ ഫേംസ് ആർ ഗ്രോയിങ് വിത്ത് ന്യൂ ടെക്നോളജി ഇൻ ദ വേൾഡ്. അപ്പോൾ ഈ എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻസ് വാണ്ട് ടു റീറ്റെയിൻ ദിയർ പൊസിഷൻ. മനസ്സിലായല്ലോ. അപ്പോൾ പുതിയ പുതിയ കമ്പനി വരുന്നതിനനുസരിച്ച് അവർ ഈ ന്യൂ ടെക്നോളജിയും അഡോപ്റ്റ് ചെയ്തും കൊണ്ടാണ് വരിക. അപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് എന്ത് വേണം, അവർക്കും അതിനനുസരിച്ചിട്ട് ഉയരണം. സോ അപ്പാർട്ട് ഫ്രം ദിസ് they want to expand, grow and diversify their products. So the changing environment
compels the organizations to provide training to employees to meet with a new challenging or changing environmental situations. Okay, then comes internal mobility. Internal mobility നമ്മൾ പറഞ്ഞതാണ്. internal mobility of manpower എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയായിരുന്നു? ലൈക്ക് ട്രാൻസ്ഫർ ആൻഡ് പ്രൊമോഷൻ. It also required training of employees. അതായത് when employees are assigned new jobs or position, they need to understand the skills required for doing such jobs. Therefore, before they are moved to new job, it is necessary to impart necessary training in the area of skills needed for the job. Okay. അപ്പോൾ എപ്പോഴും പുതിയൊരു പോസ്റ്റ് എടുക്കാൻ ന്യൂ ജോബ്സ് പെർഫോം ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് വൺ, പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ. അതായത് ഫ്രീക്വൻ്റ് ആക്സിഡൻറ്റ്സ്, ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് ക്വാളിറ്റി, ഹയർ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഹൈ റേറ്റ് ഓഫ് ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റീസം ആർ സർട്ടൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പ്രോബ്ലംസ്. അപ്പോൾ ഇതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണമെന്നാണ് പറയുന്നത്? ട്രെയിനിങ് ഈസ് ഗിവൺ ടു എംപ്ലോയീസ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് നെസസറി ടു ബിൽഡ് എ വർക്ക് ഫോഴ്സ് ടു മീറ്റ് ദ ഫ്യൂച്ചർ നീഡ്സ് ഓഫ് human resources. So every organization has its own plans for expansion, diversification, introduction of new product line, etc. Therefore, a growing business requires trained staff to carry out its future plans and operations. Okay.